ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഉള്ളിയൊന്നും വാട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിന്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ചമ്മന്തിക്ക് ആവശ്യമായ നിങ്ങൾ എത്ര തേങ്ങ എടുക്കുന്ന അതിനാവശ്യമായ എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ചുള വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം. ഇനിയിപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്ത് വന്നിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇങ്ങനെ വേറെ വേറെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്ന് അരിഞ്ഞു കിട്ടും. എല്ലാം ഒന്നിച്ചിട്ടിട്ടാൽ മല്ലിച്ചപ്പെല്ലാം അരിഞ്ഞു കിട്ടാൻ വേണ്ടി നല്ല പാടായിരിക്കും. അപ്പോൾ അതാ ഞാൻ ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കലാന്ന്. അപ്പോൾ ഈ ടൈമിലില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിലില്ലേ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അതിനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചമ്മന്തി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം മുട്ടയും കൂടി വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കലാന്ന്. നമ്മൾ ഉന്നക്കായ്ക്കെല്ലാം ഉരുട്ടിയെടുക്കില്ലേ അതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കലാന്ന്. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങിന് ഒരു 10 സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കൊട്ടിയിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ കൊട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടില്ല, ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ സ്നാക്സ് കുറച്ച് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും മറ്റേതിനെക്കാട്ടിയും നല്ലത്. അപ്പോൾ ഇതാ 2 ഭാഗവും എല്ലാ ഭാഗവും മൊരിച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇത്. എല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഫ്താറിനെല്ലാം നമുക്ക് ഉള്ളിയൊന്നും വാട്ടാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇങ്ങയുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.